ഇന്നത്തെ സാമ്പാറിനൊരു പ്രത്യേകതയുണ്ട്. മണം, നല്ല മണം. അത് നീ ഉണ്ടാക്കിയ പ്രത്യേകതയാണ്. നീ ഉണ്ടാക്കിയ സാധനം എന്നോട് പറഞ്ഞില്ലേ ഇനി എടുത്തോളാൻ, ബാലൻസ് ഇരുന്നത്. അപ്പനും മകളും കൂടെ ഇന്നലെ ഒരു സ്പെഷ്യൽ മകൾ ഉണ്ടാക്കിയ സൂപ്പ് കഴിച്ചു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ എന്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വെജിറ്റബിൾ എല്ലാം ഇട്ടേച്ച് ആ ദാള് 2 തരം മേടിച്ചത് നിങ്ങൾ കണ്ടല്ലോ. അതിന്റെ പേര് പറഞ്ഞേരെ ഏതൊക്കെയാന്നുള്ളത്. മസൂർ ദാളും തൂർ ദാളും. അതില് അത് കുറച്ച് വറുത്ത് പൊടിച്ചായിരുന്നു സൂപ്പിന് വേണ്ടി, കുറച്ചെടുത്ത്. അപ്പൊ ബാലൻസ് അതിൽ വന്ന് എന്നോട് പറഞ്ഞ് സാമ്പാർ ഉണ്ടാക്കുമ്പോ എടുത്തോളാൻ പറഞ്ഞില്ലേ. ഞാൻ ആ വറുത്ത് പൊടിച്ചു വെച്ച സാമ്പാർ ഇട്ടാണ് ഇന്ന് സാമ്പാർ വെച്ചത്. നല്ല മണം. നല്ല മണമുണ്ട്. ആ സാമ്പാർ ശരിക്കും പരിപ്പ് വറുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതാ. എന്നോട് പണ്ടൊരു പ്രാവശ്യം നമ്മുടെ അപ്പുറത്തെ ശൈല പറഞ്ഞത്, ഏതോ ഒരു അമ്പലത്തിൽ അങ്ങനെയാ ചെയ്യണേ. അവരെ അമ്പലത്തിൽ അന്നദാനത്തിന് പോയപ്പോ കഴിച്ചു, നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇത് വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സാമ്പാർ പൊടി നല്ലതാണ്, അത് വേറെ വിഷയം. ഇങ്ങനെ വറുത്ത് പൊടിച്ച് വെച്ച സൂപ്പർ സാമ്പാറാട്ടോ. നല്ല കൊഴുപ്പുണ്ട്. കൊഴുപ്പ് പിന്നെ നമ്മൾ പൊടിയും പരിപ്പ് ഇടുന്നതനുസരിച്ച് കൊഴുപ്പ് കിട്ടും. കഷണങ്ങൾ ആകപ്പാടെ ഇതിലിട്ടേക്കണത് വെണ്ടയ്ക്ക, ക്യാരറ്റ്, ടൊമാറ്റോ, സവോള, പിന്നെ ഒരു കുഞ്ഞു പീസ് മത്തങ്ങ ചേർത്തിട്ടുണ്ട്. അത് സാധാരണ ചേർക്കാറുണ്ട്. ഓക്കെ.